ഇതിൽ പാലിൻഡ്രോമിക് റൊമാറ്റിസം എന്ന് പറഞ്ഞൊരു വാദത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പാലിൻഡ്രോമിക് റൊമാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേർഡ് പോലെ പാലിൻഡ്രോംസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഈ ലക്ഷണങ്ങൾ വരും. ഏതൊരു സന്ധിവാദം വരുന്ന പോലെ തന്നെ നമുക്ക് സന്ധികളുടെ വേദനയും നീരും ചോമ്പും ഉണ്ടാവും. ഇപ്പോൾ യൂഷ്വലി പേഷ്യൻറ്റിൻ്റെ ആ ഹിസ്റ്ററിയിൽ നിന്നാണ് യൂഷ്വലി ഈ ഒരു ഡയഗ്നോസിസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അതായത് പേഷ്യൻ്റ് പറയുന്നത് ചിലപ്പോൾ ഈ പെട്ടെന്നൊരു സിവിയർ പെയിൻ വന്നു, ചിലവർക്ക് ചോമ്പോ നീരോ അതൊന്നും കാണില്ല, സിവിയർ പെയിനായിട്ട് വരിക. അപ്പോൾ ചിലപ്പോൾ അത് ചിലവർ എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് പണി ചെയ്തു അല്ലെങ്കിൽ ഇന്ന് വർക്ക് ചെയ്തു അപ്പോൾ വേദന വന്നതായിരിക്കും. ചിലവർ അതിന് ആ പെയിൻ അതിൻ്റെ റീസൺ അതായിരിക്കുന്നു. ചിലവരായിരിക്കും എന്തെങ്കിലും ഒരു വേദന സമാരി എടുക്കുന്നു, അത് കുറയുന്നു. അപ്പോൾ സംടൈംസ് അത് സേ ഇൻ 6 months ഒരിക്കുക, പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ 3 months ഒരിക്കൽ വരും, പിന്നെ മാസത്തിൽ വരുന്നു. അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരുന്നു. അതായത് പിന്നെ അത് ഓരോ ആഴ്ചയിൽ വരുന്നു, എവറി അതർ ഡേ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് പേഷ്യൻസിന് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ പെയിൻ സാധാരണ വേദനയല്ലല്ലോ, അല്ലാണ്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. ഈ പെയിൻ്റെ കൂടെ ആ പെയിൻ സിവിയർ ഇനഫ് ടു സോ ദാറ്റ് കോസസ് റിസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, അതായത് ആ ജോയിൻറ്റിൽ നമുക്ക് മൂവ്മെൻറ്റ് ഇല്ലാത്ത തരത്തിലുള്ള വേദന വരുന്നു. അതായത് നമുക്ക് ഷോൾഡറിൽ വരുന്നു, കൈ തീരെ പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുട്ടിൽ വേദന വന്ന് തീരെ നടക്കാൻ പറ്റുന്നില്ല. ചിലവർക്ക് ഇടുപ്പിലായിരിക്കും വരും, ഇടുപ്പിൽ വന്നു ആ ദിവസം നടക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഈ ഒരു സിംറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ്. സോ പാലിൻഡ്രോംസ് അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പിലായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരിക. സംടൈംസ് ആ പെയിൻ ഒരു 2 to 3 days ലാസ്റ്റ് ചെയ്യാം. 2-3 ദിവസം നിന്നിട്ട് പിന്നെ ആ പെയിൻ കംപ്ലീറ്റ്ലി ആ സ്ഥലത്ത് ഉണ്ടാവുകയില്ല. പിന്നെ സേ ഫോർ അനദർ ഫ്യൂ വീക്സ് വേദന ഉണ്ടാവില്ല. അത് വേറൊരു ജോയിൻറ്റിലേക്ക് മാറി വരാം. സേ ലൈക്ക് ഒരു നീ ജോയിൻറ്റ്, ഒരു ആങ്കിൾ ജോയിൻറ്റ്, ഈ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വേണമെങ്കിൽ വേദന വരാം. സോ ഇങ്ങനൊരു എൻറ്റിറ്റി ഉണ്ടെന്നുള്ളതാണ് പാലിൻഡ്രോമിക് റൊമാറ്റിസം. ഈ ഒരു അസുഖത്തിൻ്റെ ഇത് ക്യാൻ ബി എ പ്രിക്കോസർ, അതായത് ഒരു വലിയൊരു അസുഖം വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട്. ഇപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ അസുഖങ്ങൾ ഒരു 80% ആൾക്കാർക്കും അത് ആമവാദമായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ വേറെ ചില അസുഖങ്ങൾ, അതായത് നമ്മൾ ഈ സോറിയാറ്റിക് വാദങ്ങൾ, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് പലതരം ഉണ്ടല്ലോ, ലൂപ്പസ്, അങ്ങനെ കുറേ തരം ഉണ്ട്. അപ്പോൾ അതിലേക്കും ഇതായിട്ട് മാറി വരാം. സോ ഇത് അതിൻ്റെ ഒരു ഇനീഷ്യൽ സിഗ്നലാണ്, അതായത് ഈ വാദം ഇടയ്ക്കിടയ്ക്കേ വരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മാസത്തിലൊരിക്കലും വരുന്നു, ഒരു വേദനേൻ്റെ ഗുളിക കഴിച്ചാൽ മതിയല്ലോ എന്ന് ചിലവർ വിചാരിക്കും. പക്ഷെ അത് കൂടെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു റുമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഈ പറയുന്ന അസുഖങ്ങൾക്ക് എന്തെങ്കിലും ഇത് ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ സംടൈംസ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരുമ്പം അതിൽ ഈ ഇമ്യൂണോളജിക്കൽ മാർക്കേഴ്സ് ചിലവർക്ക് പോസിറ്റീവ് കിട്ടും. എഗെയിൻ അതൊരു 80% ആൾക്കാർക്ക് പോസിറ്റീവ് കിട്ടും, 20 to 30% ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് അതിൻ്റെ മാർക്കേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മരുന്ന് എത്രയും വേഗം എടുക്കുകയാണെങ്കിൽ ആ പ്രോഗ്രഷൻ, അതായത് ഈ സിംറ്റമിൽ നിന്ന് അടുത്ത് ആ പ്രോഗ്രസ് ചെയ്ത് ആ ഫുൾ ബ്ലോൺ ഡിസീസിലേക്ക് നമുക്ക് ഹോൾട്ട് ചെയ്യാൻ പറ്റും. ഹോൾട്ട് ചെയ്തിട്ട് അസുഖം നിർത്തിയിട്ട് തിരിച്ച് ആ സിവിയറിറ്റിയും ആ ഇൻറ്റൻസിറ്റിയും കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരു സിംറ്റം വരുന്നുണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവഗണിക്കരുത്. നമ്മൾ റുമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം.